സിദ്ധാർത്ഥൻ അന്ന് പറഞ്ഞില്ലേ, ഒരുപാട് മധുരപലഹാരങ്ങളും പഴങ്ങളും ഒക്കെ നിരത്തി വെച്ച രാജകുമാരിയുടെ തീന്മേശയെ പറ്റി? അതായിരുന്നു എന്റെയും ബാല്യം. പക്ഷേ തീന്മേശയിൽ നിന്ന് വിഭവങ്ങൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാനുള്ള ശേഷിയൊന്നും ഒരു 3 വയസ്സുകാരിക്ക് ഉണ്ടായിരിക്കില്ലല്ലോ. പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു അച്ഛന്. ചീട്ടുകൊട്ടാരം പോലെ ഒറ്റ നിമിഷം കൊണ്ടാ എല്ലാം തകർന്നു പോയത്. വലിയൊരു കൊട്ട മുടിയുടെ മുകളിന്ന് പെട്ടെന്ന് കാല് തെന്നിയതുപോലെ. എന്തോ പിടിച്ചു നിൽക്കാൻ ഒരുപാട് നോക്കി അച്ഛൻ. വീണ് കിടക്കുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരു കൈ പോലും നീണ്ടു വന്നില്ല. മുമ്പ് സഹായിച്ചവര് പോലും പരിഹസിച്ച് ചിരിച്ചു കടന്നു. പഴയ ജീവിതത്തിലേക്ക് ഇനി ഒരു മടങ്ങി വരവില്ലെന്ന് ബോധ്യമായ നിമിഷം അച്ഛനൊരു തീരുമാനമെടുത്തു. കടക്കാരൻ എന്ന വിളിപ്പേരുമായി ജീവിക്കണ്ടെന്ന്. അച്ഛൻ എന്ത് തീരുമാനമെടുത്താലും അമ്മയും ഉണ്ടായിരുന്നു കൂടെ. ഈ യാത്രയിലും അമ്മയുണ്ടായിരുന്നു ഒപ്പം. പറന്നു പോകുന്ന പ്രാണനെ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാതെ 2 ശരീരങ്ങൾ നിലത്ത് കിടന്ന് പെടയുമ്പോ ഞാൻ കരുതിയത് എന്നെ രസിപ്പിക്കാൻ അവരെന്തോ കളി കളിക്കായിരുന്നെന്നാ. അവസാനത്തെ പിടച്ചില് അമ്മ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പിന്നെ എന്റെ കണ്ണിലേക്കൊന്ന് നോക്കി. ആ കയ്യില് ചൂട് ഇപ്പോഴും ഉണ്ട് എന്റെ കയ്യില്. കണ്ണും നടച്ച അമ്മയുടെ നോട്ടവും കാണാം. അത് മാത്രമാ ഈ മൈനയുടെ സ്വത്ത്. മൈന, അല്ല അത് എന്താ ഇത്? ഇയാളുടെ കണ്ണിന്റെ ഫിലിമെന്റ് അടിച്ചു പോയോ? ഇതൊക്കെ എന്റെ ഡ്രസ്സുകളാ. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതൊക്കെ ഞാൻ തന്നെ കഴുകിക്കോളാം. ആര് കഴുകിയാലും വൃത്തിയായ പോരെ? വാതില് കുറ്റിയിട്ടേക്കണേ. അമ്മേ, വെള്ളം വേണം. അല്ല, മൈന എവിടെ? എനിക്കറിയില്ല, പോയി അന്വേഷിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചിട്ട് മഴച്ചിട്ട് റൂമിലേക്ക് പോയച്ചാ. കിച്ചണിൽ വന്ന് എന്തൊക്കെയോ കാട്ടിക്കുട്ടിയിട്ട് അവളങ്ങ് പോയി. കുറച്ച് ദിവസമായിട്ട് പെണ്ണിന് തോന്നുന്ന പോലെയാ കാര്യങ്ങള്. സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുണ്ടല്ലോ. അല്ല, അവൾ ഇവിടെ ചുമ്മാതിരിക്കല്ലേ? അറ്റ്ലീസ്റ്റ് ഈ ഫുഡ് ഒന്ന് സെർവ് ചെയ്ത് തരുമെങ്കിലും ആവാലോ. രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ഹോസ്പിറ്റലിൽ പോവാൻ. രാവിലത്തെ എന്ത് കാര്യങ്ങൾ നീ നോക്കുന്നു പറയുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും അച്ചുമോളും ഒരുക്കുന്നതും അവള് തന്നെയല്ലേ? ഒരു ദിവസമൊക്കെ അതിൽ അപാകത ഉണ്ടായെന്നിരിക്കും. ഇത് യന്ത്രമൊന്നുമല്ലല്ലോ, മനുഷ്യനല്ലേ? ഹരി, വെറുതെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. ഇറിറ്റേറ്റ് ചെയ്തത് പോലും. എല്ലാ ദിവസവും നമുക്ക് വെച്ചുണ്ടാക്കി തരുന്നവളല്ലേ മൈന. അവൾക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് അന്വേഷിച്ചോ നീ? എനിക്കതിനല്ല സമയം.
കേറ്. എന്താ മോളെ, എന്താ കിടക്കുന്നത്? വേണ്ട വേണ്ട, കിടന്നോ കിടന്നോ. നിനക്ക് എന്തു പറ്റി? ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് തന്നെ കണ്ടില്ല. ഒന്നുമില്ല ഏട്ടാ, ഞാനങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. നിനക്ക് സുഖമില്ലേ? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല ഏട്ടാ, കുഴപ്പമൊന്നുമില്ല. ഹരി ലേറ്റ് ആവുമെങ്കിൽ ഞാൻ പോയിക്കോളാം. എനിക്ക് OP ഉള്ളതാ. ശരി മോളെ, ടേക്ക് കെയർ. ഹലോ, സാവിത്രിയാ മോളെ. മോളിപ്പോ എവിടെയാ? ഞാനിപ്പോ കൂട്ടുകാരുടെ വീട്ടിലമ്മേ. അന്ന് കണ്ടേ പിന്നെ ഒന്ന് വിളിക്കാൻ പോലും പറ്റിയില്ല മോളെ. അത് സാരമില്ലമ്മേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കും അങ്ങോട്ട് വിളിക്കാലോ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ മോളെ? തുടങ്ങി വരുന്നു. അത് SP ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇവിടെയാണെങ്കി അച്ഛനും മോനും 100 കൂട്ടം തിരക്കാ. ഇനിയിപ്പോ തിരക്ക് കൂടാൻ പോവല്ലേ. വേണോ വിളിക്കാറുണ്ടോ മോളെ? അങ്ങനെ വിളിയൊന്നുമില്ലമ്മേ. പെൺകുട്ടികളുമായിട്ട് ഇടപഴകിയൊന്നും അവന് വലിയ പരിചയമില്ല. മോള് വന്നിട്ട് വേണം അവന്റെ ഈ പ്രകൃതമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ. ദേ വരുന്നുണ്ട്. ഞാൻ ഫോൺ അവന് കൊടുക്കാം. നീ തന്നെ ചോദിക്ക് ആരാണെന്ന്. ഹലോ, ഇയാൾ അവിടെ ഉണ്ടായിരുന്നോ? സോറി മനസ്സ്, ഇടയ്ക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓരോ ടെൻഷനിലും തിരക്കിലും ഒക്കെ ആയിരുന്നു. എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ? സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു സൗഭാഗ്യമില്ലേ എനിക്ക് വന്നു ചേരാൻ പോകുന്നത്. ചില നേരത്ത് ഇതൊരു സ്വപ്നമാണെന്ന് പോലും സംശയം തോന്നും. ഒരു ദിവസം രാവിലെ ഉറക്കമുണരുമ്പോ ഈ സ്വപ്നവും തട്ടിയെടുത്ത് ആരെങ്കിലും കടന്നു കളയുന്നൊരു പേടി. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ സ്വപ്നങ്ങൾ. അവിടെ നിക്കടി മോളെ. മോളെ ഇത് കഴിക്കാൻ. വേണ്ടമ്മേ, വേണ്ട. കഴിക്കിങ്ങോട്ട്. ആരവിടെ കുട്ടികളൊക്കെ? അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ മോളാ. ഏത് ഫ്രണ്ട്? അതൊക്കെ ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. അത് കുഴപ്പമില്ല. ആരായാലും മാനസയുടെ ഫ്രണ്ട് എന്റെ കൂടി ഫ്രണ്ടല്ലേ. ഫോണൊന്ന് മോൾക്ക് കൊടുക്കോ? മോളോട് ഒരാൾക്ക് സംസാരിക്കണമെന്ന്. ഹലോ. ഹായ് മോളു. ഹായ് അങ്കിൾ. നല്ല കുട്ടികള് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കില്ല മോളു. ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ചാലല്ലേ പിടിക്കാവൂ. എന്താ മോളുവിന്റെ പേര്? എന്താ പേരോ? ഇനി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സസ്പെൻസ് ഒന്നും പൊളിക്കരുതെന്ന്. അതെ, ഇവരും ഉണ്ടാവും മാരേജിന്. അന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ വെച്ച് പരിചയപ്പെടുത്തി തരും. പോരെ? ഓക്കെ ഓക്കെ. ഏട്ടാ അവിടെ നിക്കേട്ടാ. നീ ഒന്ന് ചുമ്മാ ഇരിക്കും. അതിനെ ഒരു ബട്ടൺ പോയെന്നല്ലേ ഉള്ളൂ. എനിക്ക് വേറെ ഉണ്ടല്ലോ യൂണിഫോം. സൗകര്യം പോലെ എപ്പോഴെങ്കിലും ഗൗരി തയ്ച്ചു വെച്ചോളും. ഏട്ടാ ഒന്ന് നിക്ക്. അങ്ങോട്ടൊന്ന് ഇരുന്നേ. ശരി, ഇരുന്നു. ഇങ്ങോട്ട് വാ.
വീടിനും ഹോസ്പിറ്റലിനും ഇടയിലുള്ള ഓട്ടത്തിനിടെ പാവം ഗൗരി ചേച്ചിക്ക് അതിനെവിടെ നേരം? ഇപ്പൊ തന്നെ ചെയ്തില്ലേ? ഞാനാണെങ്കിൽ അതങ്ങ് മറന്നു പോവുകയും ചെയ്യും. എന്താ ഇവിടെ? ഇതൊരു ബെഡ്റൂം ആണെന്ന് നിനക്ക് അറിയില്ലേ മൈനെ? പ്രായം ഇത്രയായില്ലേ? ഇനിയെങ്കിലും ബേസിക് മാനേഴ്സ് അറിഞ്ഞ് പെരുമാറാൻ പഠിക്കും. ചേച്ചി, ഞാൻ നീ ഒന്നും പറയണ്ട. അല്ല സൂചി, കുറെ നാളായി നിന്നോടത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴൊക്കെ വേണ്ട വേണ്ടെന്ന് വെച്ചത് കണ്ടറിഞ്ഞ് പെരുമാറിക്കോളൂന്ന് കരുതിയിട്ടാ. അപ്പൊ അവള് പറയിച്ചടങ്ങും. ഗൗരി, അവള് ഹരി കൂടി മനസ്സിലാക്കാനാണ് ഞാനത് പറയുന്നത്. സ്വന്തം പെങ്ങളാണെങ്കിൽ കൂടി ഒരു പ്രായം കഴിഞ്ഞാൽ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവണം. രണ്ട് ഭാഗത്തു നിന്നും. ഇതിപ്പോ സ്വന്തം പെങ്ങളൊന്നും അല്ലല്ലോ. അനാഥയാന്നുള്ള സിമ്പതിയിൽ അഭയം കൊടുത്തു എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ അത് ഒട്ടകത്തെ കൂടാരത്തിൽ കയറ്റി അറബിയുടെ കഥ പോലെ ആവരുത്. കഷ്ടം. എന്താടോ? എന്താ വല്ലാതിരിക്കുന്നേ? എന്താടോ ഇത്? എന്തു പറ്റി? ഇത്രേ ഉള്ളോ താൻ? ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ കരുതിയത്. ഞാനൊന്നുമല്ല സിദ്ധാർത്ഥ. ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മം. എന്തു പറ്റി മൈനെ? എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. അടുക്കള ചുമരുകളിൽ ഒതുങ്ങി കഴിയേണ്ടവൾ നിലമറന്നു. പാടില്ലായിരുന്നു പരിധികളും പരിമിതികളും മറക്കാൻ. ആര് പറഞ്ഞു ഈ മൈനക്കുട്ടിയെ അടുക്കള ചുവരുകൾക്കുള്ളിൽ പൂട്ടിയിടാനുള്ളതാണെന്ന്? ആരും പറയാതെ അറിയണം. ഊണിലും ഉറക്കത്തിലും നിൽപ്പിലും നടപ്പിലും ഒക്കെ അത് ഓർമ്മയുണ്ടാവണം. ആരും ഇല്ലാത്തവളാണെന്ന്. നിലമറന്ന ഇപ്പോ തുണയായിട്ടുള്ളവര് കൂടി കൈവിട്ട് കളയുമെന്ന്. ഈ പടിയിറങ്ങേണ്ടി വന്ന നിലയിലെ കയത്തിലേക്ക് വീഴുന്നെന്ന്. ആര് പറഞ്ഞു ഈ മൈനപ്പെണ്ണിന് കൂട്ടുകൂടാൻ ഒരു ചില്ലയില്ലാന്ന്? ഈ സിദ്ധാർത്ഥനില്ലേ മോളുടെ കൂടെ? നേരെ ഒരുപാടായി. കിടക്കുന്നില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തുപറ്റി? വളരെ ക്രൂവലായി പോയിന്ന് നീ. മൈനയുടെ കാര്യമാണോ ഹരി ഉദ്ദേശിച്ചത്? അത് തന്നെ. അങ്ങനെയൊന്നും നീ പെരുമാറാനോ പറയാനോ പാടില്ലായിരുന്നു. നിന്നിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാവുന്ന ഒന്നായിരുന്നില്ല അത്. സോറി ഹരി, പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു എന്ന് ഹരിക്ക് അറിയാവുന്നതാണല്ലോ. എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാവണം. മൈനയെ അനാഥ എന്നൊക്കെ വിളിച്ചത് അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷെ നാളെ അവള് വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാ. അപ്പോഴും അവൾ ഇതുപോലെയൊക്കെ തന്നെ പെരുമാറിയാൽ? ബേസിക് മാനേഴ്സ് പോലും ഇവൾക്ക് അറിയില്ലേ എന്ന് അവർ നമ്മളോടല്ലേ ചോദിക്കുക? അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട രീതികളുണ്ടല്ലോ ഗൗരി. ലുക്ക് ഹരി, ദേഷ്യപ്പെടേണ്ടടുത്ത് നമ്മൾ ദേഷ്യപ്പെടുക തന്നെ വേണം. അതിനു പകരം ചിരിച്ചു കാണിച്ചാ അവൾ പിന്നെ ഇത് തന്നെ ആവർത്തിക്കും. മൈനയുടെ സ്ഥാനത്ത് മാനസയായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറുമായിരുന്നു. ഒന്ന് ശാന്തമായിട്ട് ആലോചിച്ചാൽ മൈനയ്ക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഇനി ഇന്ന് അവളത് മനസ്സിലാക്കിയില്ലെങ്കിലും സ്നേഹം നടിച്ചവരെക്കാൾ ഭേദം ശാസിച്ചവരെ ശിക്ഷിച്ചവരുമായിരുന്നു എന്ന് ഏതെങ്കിലും കാലത്ത് അവൾ മനസ്സിലാക്കാതിരിക്കില്ല. കൊടുങ്കാറ്റിൽപ്പെട്ട ഒറ്റമരം പോലെയാണ് ഇപ്പൊ എന്റെ ജീവിതം. ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി കൂട്ടുകൂടാൻ മാത്രമായി ഒരു ചില്ലയൊരുക്കി വെക്കുമ്പോ ഒപ്പം കൂട്ടട്ടെ ഈ മൈനക്കുട്ടിയെ ഞാൻ. വരുന്ന വരവിന്റെ ഒരു അഴകുണ്ടോ? ആണുങ്ങളായാൽ ചിലപ്പോ കുടിച്ചെന്നിരിക്കും. അതിലിത്ര വലിയ പുതുമയൊന്നുമില്ല. കുടിക്കണ്ടെന്ന് ആര് പറഞ്ഞു? ഇങ്ങനെ വലിച്ചു കേറ്റണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചി ഒരു പരസ്യം കണ്ടിട്ടില്ലേ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യാന്നും പറഞ്ഞ്. അതുപോലെ സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാതെ ഭജന പാടാൻ പറ്റുമോ ചേച്ചി? എന്താടാ അത്ര വലിയ സന്തോഷം? അംബിക എന്നും പറഞ്ഞിട്ടൊരു പെണ്ണ് കുറെ ദിവസമായിട്ട് ഞങ്ങളായിട്ട് വട്ടം ചുറ്റിക്കാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. അവൾ ആരാന്നറിയാവോ? മാനസയെ കെട്ടാൻ പോകുന്ന വേണുഗോപൻ എന്ന പയ്യന്റെ സെറ്റപ്പ്. നേരാണോന്നോ? അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ ഓർമ്മയ്ക്കായി ഒരു കൊച്ചിനെ കൂടി ഫ്രീ ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് വേണുഗോപൻ. ഇട്ടുമൂടാൻ പണമുള്ള പെണ്ണിനെ കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോ വേണുഗോപനും തന്തയ്ക്കും അവളെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടണം. ഇതിനിടയില് അങ്ങനെയുണ്ട് ഒരു കഥ. പറഞ്ഞു തെറ്റിക്കല്ലേ ചേച്ചി? അതാണ് മെയിൻ കഥ. നമ്മള് കുറെ നാളെ കഥ അറിയാതെ ആട്ടം കാണുക ആടെ ചെയ്തു മാത്രം. എന്നാൽ അതൊന്ന് മാനസ അറിഞ്ഞിരിക്കണ്ടേ മുത്തശ്ശ? കല്യാണം മുടങ്ങിയ അവളുടെയും ആ ഹരിയുടെ ഒക്കെ അഹങ്കാരം ഒന്ന് കുറയും. വെറുതെ അല്ലടി പറയണത്. പെണ്ണിന്റെ തലയിൽ തലച്ചോറിന് പകരം നിലാവിളിച്ചാന്ന്. മാനസ അറുപഴയായ ഒരുത്തനെയോ കള്ളനെയോ കൊലപാതകയോ ആരെ വേണമെങ്കിലും കെട്ടട്ടെ. അവൾ ആ വീടിന്റെ പടി ഇറങ്ങിയാലേ മൈനയെ നമുക്ക് അവിടെ ഇറക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ വിവാഹം നടക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. മൈനയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാനെന്നല്ല, ചാവാൻ പോലും ഞാൻ തയ്യാറാ. ഒരു വെടിക്ക് 3 പക്ഷിയും ഒപ്പം എന്റെ മൈനപ്പെണ്ണും. നീ ഇത് ഏത് ലോകത്താ? പാല് മുഴുവൻ പോയി. അയ്യോ, ഉച്ചക്കലത്തേക്കുള്ളതൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പം മോളെ സ്കൂളിൽ വിടണ്ടേ? എനിക്ക് ജോലിക്ക് പോണ്ടേ? ഇപ്പൊ റെഡിയാക്കും എല്ലാം. ഇനിയിപ്പോ രാവിലത്തെ ചായയേ ഇല്ല. അതെങ്ങനെയാ? സ്വന്തം എന്ന് കരുതി ചെയ്യുമ്പോഴല്ലേ ഏത് ജോലിയോടും ആത്മാർത്ഥത ഉണ്ടാവും.
മൈന മൈന ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇത്തിരി സീരിയസ് ആയി തന്നെ ആലോചിക്കണം കേട്ടോ. എന്ത് കാര്യം? മൈനയുടെ കല്യാണക്കാര്യം അധികം വൈകിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ വേണോ? അതോ ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് മതിയോ? ഹരി, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ഒരു മാതിരി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോമഡി പറയല്ലേ. ശരി, ഇനി നിന്റെ സ്റ്റാൻഡേർഡിന് അടുത്ത് വരുന്ന കോമഡിക്കായി ഞാനൊന്ന് പിടിച്ചു നോക്കാം. മാനസയുടെ കല്യാണം കഴിഞ്ഞാൽ മൈനയുടേത് അധികം വൈകിപ്പിക്കണ്ട. പെണ്ണിന് ഇപ്പോഴേ ഇത്തിരി ഇളക്കം കൂടുതലാ. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. ഞാനല്ലേ ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഒരു അനാഥ പെണ്ണ് തെരുവിലൂടെ അലയണ്ടല്ലോ എന്ന് കരുതി നമ്മളൊരു ഷെൽട്ടർ കൊടുത്തു. മാനസിക്കൊപ്പമുള്ള സ്ഥാനവും അവൾക്ക് ഈ വീട്ടിലുണ്ട്. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്നതല്ല ഇതൊന്നും. ഒരു സൽപ്രവൃത്തി എന്ന് പറഞ്ഞ് നാട്ടുകാർ വാഴ്ത്തുകയും ചെയ്യും. അങ്ങനെ നാട്ടുകാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയൊന്നും അല്ല അവളെ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ ഹരി. നാളെ പെണ്ണിന് എന്തെങ്കിലും പേരുദോഷം വന്നു പോയാൽ ഈ പറഞ്ഞവർ തന്നെ നമുക്കെതിരെ തിരിയും. സഹായിക്കാനും രക്ഷിക്കാനും ഒന്നും ആർക്കും മനസ്സുണ്ടാവില്ല. പക്ഷെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ 1000 പേരുണ്ടാവും. മൈനയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് 100 അല്ല 110% ഉറപ്പാ. എനിക്ക് വിശ്വാസം അവളെ, ഒരു പക്ഷേ നിന്നേക്കാൾ കൂടുതൽ. പിന്നെ കല്യാണക്കാര്യം അതാലോചിക്കാം. ആദ്യം മാനസയുടേത് കഴിയട്ടെ, സാവകാശം ഉണ്ടല്ലോ. ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ ലാൻഡ് ലൈനിൽ കോണ്ടാക്ട് ചെയ്തോളാം. ആരും മൊബൈൽ ഉപയോഗിക്കരുത്. പുറത്തു നിന്നുള്ള നമ്പറിലേ എന്നെ വിളിക്കാവൂ. നീ ഒന്ന് സമാധാനിക്ക് മാനസേ. ഞാനില്ലേ ഇവിടെ, ഒരു കുഴപ്പമുണ്ടാവില്ല. എല്ലാം പറഞ്ഞതുപോലെ. അപ്പോ വീണ്ടും കാണാം. ബൈ മോളു. ബൈ ആന്റി. ഞാനീതായാലും ഭാഗ്യം ചെയ്ത ആളാ. അതെന്താടി? എന്നും ഇങ്ങനെ രുചിയുള്ള ഭക്ഷണം കഴിക്കാലോ. അതെങ്ങനാ? ഇയാൾ എനിക്ക് വച്ചുണ്ടാക്കി തരില്ലേ? അപ്പോ എന്റെ ഭാര്യക്കാരി വെച്ചുണ്ടാക്കി കൊടുക്കും. അപ്പോ ഇയാള് വേറെ കിട്ടുവോ? വേറെ കെട്ടുവോ എന്ന് ചോദിക്കാൻ ഇപ്പൊ ഞാൻ നിന്നെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ കെട്ടിയാലും എനിക്ക് വച്ചുണ്ടാക്കി തരാൻ ആളെ കിട്ടും. ആഹാ, അതാരാടി നിന്നെ കെട്ടാൻ വരുന്ന കോന്തൻ? കെട്ടാൻ ഒരു കോന്തനും വരുന്നല്ല. ഇയാളെ കെട്ടിട്ട് ഞാനിങ്ങ് ജയിലിലോട്ട് പോവും. അവിടെയും കാണുമല്ലോ വച്ചുണ്ടാക്കി തരാൻ ആള്. എടി ഭയങ്കരി. അല്ലെങ്കിൽ ഈ കോന്തൻ തന്നെ എന്നെ കെട്ടണം. ഹലോ മൈന, ഞാൻ മാനസയാണ്. ഞാൻ വരുന്നു. അവിടെയെല്ലാം പഴയതുപോലെ തന്നെയാണല്ലോ അല്ലേ? പാലൊന്നും ഇരിപ്പില്ലല്ലോ മോളെ. കുഞ്ഞിന് കൊടുക്കാനുള്ളത് പോലും ഇല്ലേ അമ്മേ? ഒട്ടുമില്ല. എങ്കിൽ ഞാൻ പുറത്തു പോയി വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, നീ തനിച്ചു പോണ്ട, ഞാൻ കൂടി തരാം. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. നമുക്കൊരുങ്ങാം. ഒരുങ്ങാം. വാ. ഓട്ടോ ഓട്ടോ കേറ്.
നിർത്ത് നിർത്ത്. അങ്ങോട്ട് വണ്ടി നിർത്ത്. എവിടെയാണ് എന്റെ ഹെൽമറ്റ്? ഒരു അർജന്റ് കേസിന് പോവാണ് സാർ. എന്താണ് അത്ര അർജന്റ്? ഒരു കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ പോവാണ് സാർ. ഏത് ഹോസ്പിറ്റലില്? ലിറ്റിൽ ഫ്ലവർ. നീ സാജു അല്ലടാ, മട്ടാഞ്ചേരി സാജു. അതെ. നിനക്ക് ബ്ലഡ് കൊടുത്തല്ലോ പരിചയം, എടുത്തല്ലേ ഉള്ളൂ. പ്രതാപ, കൂടുതൽ ചോദ്യം പറഞ്ഞൊന്നും വേണ്ട, അവനെങ്കിൽ തൂക്കിയെടുത്തോ. എന്താടാ ഒരു മൂഡൗട്ട്? ഞാൻ ആലോചിക്കായിരുന്നു എന്ത്? മാനസയോട് പറയണ്ടേന്ന്. എന്റെ ജീവിതത്തിൽ മാനസ അറിയാത്ത രഹസ്യങ്ങളില്ല. മാനസയുടെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത വേണുഗോപനുമായ ഒരു ഇഷ്ടം മനസ്സിൽ ഊറിക്കൂടിയപ്പോ അവൾ ആദ്യം പറഞ്ഞത് എന്നോടാ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ആലോചിച്ച ശേഷമാ അവൾ ഒടുവിൽ വേണുഗോപനോട് രസ് പറഞ്ഞത്. ഇതിപ്പോ എന്റെ കാര്യമായപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മൈനെ. പ്രണയിച്ചു തുടങ്ങുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണത്തിലും പ്രതാപത്തിലും SP ഹരിശങ്കറിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ അരവിന്ദാക്ഷന് കഴിയില്ലെങ്കിലും മാനസയുടെയും വേണുഗോപന്റെയും മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോ രണ്ടു വീട്ടുകാരും വിവാഹത്തിന് സമ്മതം മൂളും. മാത്രമല്ല മാനസ മനസ്സുകൊണ്ട് വിവാഹത്തിന് ഒരുങ്ങുകയും ചെയ്തു. അതുപോലെയാണോ നമ്മുടെ കാര്യം? 1000 പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിൽ. എന്റെ അവസ്ഥ എനിക്കറിയാലോ. ഈ ഒഴുക്കിൽപ്പെട്ട ഒരു ഇല പോലെയായി ഇപ്പൊ എന്റെ ജീവിതം. ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ജീവിതം എന്നെ എവിടെയൊക്കെയോ എത്തിച്ചേർക്കുന്നു. ഇവിടെ ഇനി എത്ര നാൾ, പുറത്തിറങ്ങിയ പിന്നെ എന്ത്, ഇതൊന്നും അറിയില്ല. ഭാവിയെപ്പറ്റി ആലോചിക്കാൻ തന്നെ എനിക്കിപ്പോ പേടിയാ. എങ്കിലും മഴച്ചാറ്റിലടിച്ച കണ്ണാടി പോലെ അവ്യക്ത ചിത്രങ്ങളുമായി അതിപ്പോ എന്റെ മുന്നിലുണ്ട്. മൈനയുടെ കാര്യോ? ഈ വീടിന്റെ പടിയിറങ്ങേണ്ടി വന്ന മറ്റൊരത്താണിയുണ്ടോ മൈനയ്ക്ക്? കൈപിടിച്ച് സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടാൻ ഇപ്പൊ ഞാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ അപ്പോ അത്തരൊരു സാഹചര്യത്തിലല്ലെങ്കിലോ? അപ്പോ നമ്മുടെ ഇഷ്ടമെന്നും പ്രണയമെന്നും ഒക്കെ പറയുന്നത് ഉച്ചഭാഷിണി വെച്ച് വിളിച്ചു പറയാനുള്ളതല്ല മൈനെ. അത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള മൗനമായ ഭാഷയാ. കണ്ടില്ലേ, ഹരി, ഇത് പരമ ബോറാണ് കേട്ടോ. ഒന്നുകിൽ കേൾക്കുന്ന അവൾക്ക് നാണം വേണം, ഇല്ലെങ്കിൽ പറയുന്ന എനിക്ക്. പെണ്ണുങ്ങൾക്ക് ഇത്ര അശ്രദ്ധ പാടില്ല. നീ ഇങ്ങനെ കിടന്ന് തുള്ളാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഹരി കണ്ടില്ലേ, ഡോറൊക്കെ തുറന്ന് മലർത്തിയിട്ടിരിക്കുന്നത്. സെക്യൂരിറ്റിക്കായി ഇവിടെ ഒരു പീലാത്തോസ് ഉണ്ടല്ലോ ഗൗരി. പീലാത്തോസ് അയാളുടെ വിശേഷം ഒന്നും പറയണ്ട. ഇനി 1000 പേര് കാവലുണ്ടെങ്കിൽ തന്നെ എന്താ, ജീവിതത്തിനൊരു ഡിസിപ്ലിൻ ഒക്കെ വേണ്ടേ? പ്രശ്നം ഉണ്ടാക്കാൻ നീ ഓരോ കാരണങ്ങൾ കണ്ടെത്താണോ ഗൗരി? ഇറ്റ്സ് ദ ലിമിറ്റ്. ആരുമല്ലാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവൾക്ക് വേദന ഉണ്ടാക്കേണ്ടത് കരുതി വാക്കിലും നോക്കിലും ഒക്കെ ചില സൂചനകൾ നൽകി നോക്കി. അവൾക്കത് മനസ്സിലായിട്ട് മനസ്സിലാവാത്ത ഭാവം നടിക്കുക. ഇനി ഞാൻ നേരിട്ട് തന്നെ പറയും. സിദ്ധു, ഒരുപക്ഷെ ഇത് സ്വാതന്ത്ര്യത്തോടെയുള്ള നമ്മുടെ അവസാനത്തെ പകലായിരിക്കും. അതെന്താ മൈന അങ്ങനെ പറഞ്ഞ? മാനസ ഇന്ന് വരികയല്ലേ. കുറച്ച് ദിവസമായി സ്വപ്നലോകത്തായിരുന്നു ഞാൻ.
പെട്ടെന്ന് അതിന്ന് കാല് തെറ്റി വീഴാൻ പോകുന്ന പോലൊരു തോന്നല്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട മൈനെ. അതല്ല സിദ്ധു, അധികം ദൂരെ അല്ലാതെ അജ്ഞാതമായ എന്തോ ഒരു ആപത്ത് മുന്നിൽ കാണുന്നുണ്ട് ഞാൻ. എന്റെ മനസ്സങ്ങനെ പറയുന്നു. നേർക്കുമുള്ള പോലെയാ എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങള്. കാണുമ്പോ നല്ല പൊലിമയായിരിക്കും, പക്ഷെ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് അതങ്ങ് പൊട്ടിപ്പോവും. അതങ്ങനെ ശീലമായപ്പോ ഒന്ന് സന്തോഷം തുടങ്ങുമ്പോ ഞാൻ തന്നെ മനസ്സിനെ താക്കീത് ചെയ്യും. അപ്പൊ അധികം നിരാശ വേണ്ടി വരില്ലല്ലോ. ഇതും അങ്ങനെ തന്നെ ആവുന്നാണോ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു തോന്നല്. മൈനെ, സന്തോഷമോ സങ്കടമോ ആയിട്ട് ആർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടോ? എത്ര വലിയ കടലിനപ്പുറത്തും കാണില്ലേ ഒരു കര, ഇല്ലേ? മൈനേ, കുറ്റിയിട്ടേക്കണേ. മൈനേ, നിന്റെ റൂമിനകത്തെന്താ? നീ നിധിയോ മറ്റോ കുടിച്ചിട്ടുണ്ടോ? എന്താ ചേച്ചി? എപ്പ നോക്കിയാലും ആ റൂമിനകത്താണല്ലോ നീ. വീടിന്റെ ഫ്രണ്ട് ഡോറൊന്ന് ലോക്ക് ചെയ്യാൻ പോലും നിനക്ക് സമയമില്ലേ? ഇനി ഇതിനൊക്കെ ഞാൻ വേറെ ആളെ വെക്കണോ? അല്ല, പറഞ്ഞാ മതി. അതും അല്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ തന്നെ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. പണത്തിന് ക്ഷാമം ഉണ്ടായിട്ടല്ല കളപ്പുരയ്ക്കൽ കരുണാകരന്റെ മോൾ പകൽ ഹോസ്പിറ്റലും വീടുമായിട്ട് ഓടി നടക്കുന്നത്. ചേച്ചി, ഞാൻ എന്ത് ജോലി ചെയ്താലും അതിലൊരു ഡെഡിക്കേഷൻ വേണം മൈനെ. അതിന് സ്വന്തം എന്നൊരു തോന്നൽ അത് ചെയ്യുന്ന ആളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതൊന്നും എപ്പോഴും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഹായ് ഗൗരി ചേച്ചി. നീ എന്താ മോളെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ ഇത്ര പെട്ടെന്ന്? സ്റ്റേഷനിലേക്ക് ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? ഒരു കുഴപ്പമില്ലേട്ടാ. എങ്കിൽ മോള് പോയി റെസ്റ്റ് ചെയ്യും. മാനസ് അവിടെ ഒന്ന് നിക്കണം. ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. അത് ഈ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും നിന്നോട് ചോദിക്കുമെന്ന് അറിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എവിടെയായിരുന്നു ഇത്രയും ദിവസം? പറഞ്ഞിരുന്നില്ലേ ഞാൻ ബാംഗ്ലൂര്. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ കുടുംബത്തിലേക്ക് വലതുകാല് വെച്ച് കയറുമ്പോ തളർന്ന് കിടപ്പുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇവിടെ, ഹരിയുടെയും മാനസയുടെയും അമ്മ. ആ ദിവസം അവരെന്നോട് ആവശ്യപ്പെട്ടത് മകനെ നന്നായിട്ട് നോക്കണമെന്നല്ല, അന്നത്തെ പാവാടക്കാരിയായ മകളെ ഒരു ചതിക്കുഴിയിലും വീഴാതെ കാത്തോളണേന്ന് മാത്രമായിരുന്നു. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രമോ നിന്നോട് ഞാനത് ചോദിക്കുന്നത്. നീ എന്താ ഗൗരി ഒരുമാതിരി പോലീസ് മുറയിൽ? മാനസയുടെ മനസാക്ഷി അനുവദിക്കുന്നുണ്ടെങ്കിൽ അവള് പൊയ്ക്കോട്ടെ. എന്തായി കാര്യങ്ങള്? നീ വാ പറയാം. നീ ആ കഥ അടയ്ക്കേ. സിദ്ധാർത്ഥൻ എവിടെ?
നിന്റെ മുറിയിലുണ്ട്. എന്തായി അവിടുത്തെ കാര്യങ്ങള്? എല്ലാം ഭദ്രം. പക്ഷേ പ്ലാനിങ്ങിൽ ചെറിയൊരു പിഴവ് പറ്റിയെന്ന് മാത്രം. എന്താ? ഷേർലിക്ക് പെട്ടെന്ന് സ്റ്റേറ്റ്സിലേക്ക് പോയേണ്ടി വന്നു. എന്നിട്ട് പകരം അവളുടെ ഒരു ആന്റിയുടെ വീട്ടില് അക്കോമഡേഷൻ ശരിയാക്കി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മാഗി ആന്റിയുടെ കാര്യം? അയ്യോ, അവരുടെ അടുത്തോ? നമ്മൾ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരിയൊന്നും അല്ലടി അവര്. ഒരു സാധു, ശരിക്കും പുലിയെ പോലെ ഇരിക്കുന്ന ഒരു പൂച്ച. എന്തായാലും അംബികയ്ക്കും മറ്റും കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. അക്കാര്യത്തില് ഇപ്പോഴാ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത്. ഷേർലിയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ സേഫാ ഇപ്പൊ അവര്. ആശ്വാസമായി. ആ പിന്നെ ഒരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല ഇക്കാര്യം. പ്രത്യേകിച്ചും സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, ആഹാ, എങ്ങനെ ഉണ്ടായിരുന്നല്ലോ ബാംഗ്ലൂർ ഡേയ്സ്? ബാംഗ്ലൂർ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ല മോനെ. അതിനെന്താ, മാനസ പഴയ മാനസ തന്നെയല്ലേ? അതല്ലേ പ്രശ്നം. മാനസ പഴയ മാനസയല്ല. 2-3 ദിവസം മാറി നിന്നിട്ട് താൻ ഞങ്ങളെ ശരിക്കും വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ. ശരിക്കും വിഷമുണ്ടായിരുന്നോ എന്നെ കാണാതിരുന്നപ്പോ? കൊള്ളാം. മൈനയ്ക്കാണെങ്കിൽ ആകെ വെപ്രാളവും പേടിയും. സിദ്ധാർത്ഥനോ? അത് പിന്നെ ഇയാള് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഒരു ധൈര്യമല്ലേ. എനിക്കും ഈ സമയത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ മനസ്സുണ്ടായിട്ടല്ല. അതൊക്കെ പോട്ടെ. എന്ത് പറയുന്നു മാനസയുടെ ഫ്രണ്ട് ഷേർലി? ഷോപ്പിംഗും ഔട്ടിംഗും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചോ എല്ലാവരും? ഓ, അതിനൊന്നും ഒരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ട്രിപ്പ് അത്ര സുഖമായില്ല. അതെന്തേ? മനസ്സവിടെ നിക്കണ്ടേ. അത് കള്ളം. കൂട്ടുകാരുടെയൊക്കെ ഇടയിൽ ജോളിയായിട്ടിരിക്കുമ്പോ ഈ പാവങ്ങളെയൊക്കെ ആരോർമ്മിക്കാനാ? ഇങ്ങനെ ഇവിടെ ആരെങ്കിലും ഒക്കെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ എവിഡൻസ് ഒക്കെ കരുതിയത്. എവിഡൻസോ? ദേ, സമയം ലോകത്ത് ഏറ്റവും മൂല്യമുള്ളതും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്തതും. ഒരു ഓർമ്മപ്പെടുത്തലിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഇതെന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ പെട്ടെന്നൊന്ന് മുങ്ങിയതാ നിന്നെ ഒന്ന് കാണാൻ. അല്ല എന്തിനാടി പോത്തെ? അയ്യടാ, മാനസ എവിടെ? അവളിപ്പോ താഴേക്ക് പോയി. എന്തായിരുന്നു റൂമിനുള്ളിൽ കാര്യമായിട്ടൊരു ഡിസ്കഷൻ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അതുവഴി പാസ് ചെയ്തപ്പോ കേട്ടതാ. ആഹാ, മറ്റുള്ളവരുടെ മുറിയിലെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കല നിന്റെ മെയിൻ ജോലി അല്ലേ? മറ്റുള്ളവരുടെ മുറിയിൽ ഒളിച്ചിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ, മാനസ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നു ബാംഗ്ലൂരിൽ നിന്ന്. എന്ത് ഗിഫ്റ്റ്? ഒരു വാച്ച്. നല്ല വിലയുള്ളതാ. എന്നിട്ട് എവിടെ? ഞാനതവിടെ മാറ്റി വെച്ചു. അതെന്താ? എന്റെ സമയം ഇപ്പൊ തീരെ ശരിയല്ല. അപ്പോഴേ അതങ്ങ് കിട്ടിയാ ഞാനങ്ങ് പൊക്കോളാം. എന്ത്? അത് പിന്നെ കവളോ? പെണ്ണെ, വെറുതെ സമയം കളയല്ലേ. എന്താണെന്ന് പറയുന്നത്? ഞാൻ എങ്ങനെ തരാനാ? എന്നാലേ നീ അറിയാതെ ഞാനങ്ങ് വാങ്ങിക്കോളാം കേട്ടോ. വീട് വാതിലടച്ചിട്ടില്ല. അതിനുള്ള സമയം മതിയല്ലോ അതിങ്ങ് തരാൻ.